പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നിത്യജീവിതത്തിൽ വീട്ടമ്മമാരായ നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവ ഓരോന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു തവണത്തെ ഉപയോഗത്തിന് ശേഷം പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ വിരലുകളൊക്കെ കയറ്റാനായിട്ട് പാടാണല്ലോ ഗ്ലൗസിലോട്ട്. അത് പൊട്ടിപ്പോകാനുള്ള ചാൻസുമുണ്ട് കഴുകിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. എന്നാൽ ഇങ്ങനെയൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഗ്ലൗസ് ഒന്ന് ചെറുതായിട്ട് കുടഞ്ഞു കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ ഇത് നല്ല സ്മൂത്തായിട്ട് കൈയൊക്കെ കയറ്റാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗ്ലൗസ് എല്ലാം ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഉണക്കി എടുക്കണം. നമ്മൾ കഴുകി ഉണക്കി ഇടുമ്പോൾ അത് നൂർത്തി ഇടുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം പോയി നല്ലതുപോലെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. എന്നിട്ടൊരു സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. മോരുകറിയൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ചൂടായ ഒരു പാനിലോട്ട് ഡയറക്റ്റ് ആ മോര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരു പിരിയുന്നത് പോലെയാകും. പിന്നീട് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ആ പിരിയുന്നതൊക്കെ മാറിക്കിട്ടും. എന്നാൽ ഇങ്ങനെയൊന്ന് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പോലും പിരിയുന്നത് പോലെ ആകുകയില്ല. മോരുകറി തയ്യാറാക്കാനുള്ള സാധനങ്ങളെല്ലാം വഴറ്റിയ ശേഷം തീ കുറച്ച് വെച്ചിട്ട് ലേശം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി ആ പാനിൻ്റെ ചൂടൊന്ന് ബാലൻസ് ആകുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോര് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഒഴിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ വലിയ ചൂടിലാണല്ലോ മോര് പിരിഞ്ഞു പോകുന്നത്, അത് ഒഴിവായി കിട്ടും. ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്നും കത്തിക്കുന്ന ഇതുപോലത്തെ വിളക്കൊക്കെ ഉണ്ടാകുമല്ലോ, അതിൽ ആ എണ്ണയും അതുപോലെ തന്നെ കരിയൊക്കെ പിടിച്ചിട്ട് ആകെ കൂടി ഒരു മെഴുക്ക് പിടിച്ചതുപോലെയാണ്. ഒരാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിന് മെഴുക്ക് പിടിച്ച പോലെയാകും. പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ചെറിയ ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നല്ലതുപോലെ ആ പുളിയൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ പുളിയുടെ ആ പെഷടി ഞാൻ പിഴിഞ്ഞു മാറ്റിയിട്ട് കുറച്ച് കിച്ചൺ ലിക്വിഡാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ വിളക്ക് ഊരിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അരമണിക്കൂറിന് ശേഷം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എണ്ണമെഴുക്കും ആ കരി പിടിച്ചതൊക്കെ മാറി നല്ല പുതുപുത്തൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ ഉണ്ടെങ്കിൽ. ഇനി മൺചട്ടിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കഴുകിയിട്ട് ആ വെള്ളത്തോട് വെക്കുകയാണെങ്കിൽ ഈ മൺചട്ടി ഒന്ന് ചൂടായി വരണമെങ്കിൽ കുറേ സമയം എടുക്കും. നമ്മുടെ ഗ്യാസ് നല്ലതുപോലെ നഷ്ടമാകുകയും ചെയ്യും. ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നു കഴിയുമ്പോഴല്ലേ ഈ മൺചട്ടി ചൂടാകുകയുള്ളൂ. എന്നാൽ നമുക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ട് ഗ്യാസ് കുറച്ചൊന്ന് ലാഭിച്ചെടുത്താലോ. കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മൺചട്ടി കഴുകിയെടുക്കും. അതിനുശേഷം ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂയോ ഉപയോഗിച്ചിട്ട് ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയം നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഈ വെള്ളമെല്ലാം തുടച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മൺചട്ടി ചൂടായി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ തോരനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴും ഒട്ടും വെള്ളം ഒഴിക്കാതെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ തോരന് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ആ ഒരു ആവിയിൽ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും. വെജിറ്റബിൾ അധികം വേവില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന തോരന് നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ചില സമയത്ത് നമ്മൾ മോരുകറിയൊക്കെ തയ്യാറാക്കിയ നല്ല പുളിയായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ പുളി ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ പുളി ഇഷ്ടപ്പെടാത്തവർക്ക് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള നല്ല അടിപൊളി ഒരു ടിപ്സാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോരൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഈ ഒരു സാധനം മാത്രം അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. കാച്ചി വെച്ചിരിക്കുന്ന ഈ മോരുകറിക്കകത്തോട്ട് ഒരു പീസ് തേങ്ങയുടെ പൂളുണ്ടല്ലോ, ഇങ്ങനെ ഞാൻ ഇതുപോലെ പൂളി എടുത്തിട്ടുണ്ട്. ആ ഒരു പീസാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ പുളിയൊക്കെ ആ തേങ്ങ അങ്ങ് വലിച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് മോരുകറിക്ക് പുളി അനുഭവപ്പെടുത്തുകയില്ല. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.